സീപോർട്ട് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഇതെല്ലാം ചേർന്നിരിക്കുന്ന ഒരു ഐലൻഡിന്റെ ഒരു ഐലൻഡ് മാത്രമേ ഉള്ളൂ. ഈ നേരം മുന്നിൽ കാണുന്ന വലിയ ബിൽഡിംഗ് കൊച്ചിൻ പോർട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ്. ടൈലിൽ കാണുന്നത് കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടലാണ് താജ് മലബാർ. ये जो दिखता है एक आइलैंड है, विलिंगटन आइलैंड कहता है, ये तो मैन-मेड आइलैंड है, इसके बनाए हैं सरोवर मिस्टर और ब्रिटिश का आदमी है। 1,300 एकड़ से पूरा इसमें होता है सदर्न कमांड ऑफिस, सीपोर्ट, एयरपोर्ट, रेलवे स्टेशन, बस स्टैंड, ये सब साथ में होता है। ऐसे जगह इंडिया में दूसरे जगह में नहीं है। सामने दिखता है जो बड़ा बिल्डिंग कोचिन पोर्ट का एडमिनिस्ट्रेटिव ऑफिस है, तो बाजू में है केरला का फर्स्ट 5 स्टार कंटेनर टर्मिनल ആണത്. DP വേൾഡ് എന്ന് പറഞ്ഞാൽ ദുബായ് പോർട്ട്. ദുബായ് പോർട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. 10 ലക്ഷം കണ്ടെയ്നർ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റിയാണ് ഈ കണ്ടെയ്നർ ടെർമിനലുള്ളത്. അത് കാണുന്ന ക്രെയിൻസ് ഇത് ചൈനയുടെ ക്രെയിനാണ്, ഒരാളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ക്രെയിൻ എന്ന് അറിയപ്പെടുന്നത് 65 ടൺ വരെ ഉയർത്താനുള്ള കപ്പാസിറ്റിയാണ് ആ ക്രെയിനുള്ളത്. DP വേൾഡ് का इंटरनेशनल कंटेनर टर्मिनल है। DP वर्ल्ड तो दुबई पोर्ट चलाता है, लेकिन इंडियन गवर्नमेंट का अंडर में है। 10 लाख कंटेनर रहने कैपेसिटी है कंटेनर टर्मिनल को। ये जो क्रेन इलेक्ट्रोमैग्नेटिक क्रेन कहता है, तो चाइना का क्रेन है, एक आदमी ने चलाता है, 65 टन तक उड़ा सकता है क्रेन को। ये तो जहाज हमारे इंडियन जहाज है, इंडियन डोमेस्टिक शिप है। इसमें होता है 3,000 कंटेनर से 2,500 से 4,500 तक कंटेनर लेके शिप इधर ही आता है। ये शिप का पीछे एक व्हाइट कैबिन में कैबिन ब्रिज कहता है, इसमें कैप्टन रहता है। GPS रडार सिस्टम से स्क्रीन में देख के चलाता है। इधर का डेप्थ होता है 60 फीट। ഈ കാണുന്ന ഷിപ്പ് നമ്മുടെ ഇന്ത്യൻ ഷിപ്പാണ്, ഇന്ത്യൻ ഡൊമസ്റ്റിക് ഷിപ്പാണ്. 3000-ഓളം കണ്ടെയ്നേഴ്സാണ് അതിനകത്തുള്ളത്. 2,500 മുതൽ 4,500 കണ്ടെയ്നർ കയറുന്ന കപ്പലുകളാണ് ഇവിടെ വരാറുള്ളത്. ഇതിന്റെ പിന്നിൽ ഒരു വൈറ്റ് ക്യാബിൻ കാണാം. ക്യാബിൻ ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്, അതിലാണ് ക്യാപ്റ്റൻ ഇരിക്കുന്നത്. GPS റഡാർ സിസ്റ്റത്തിലെ സ്ക്രീനിൽ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ഇവിടുത്തെ ആഴം 60 അടിയാണ്.